തിങ്ങാനെ റൂലിംഗ് തിരികെ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിങ്ങാൻ ഉണരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം അവൾക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ വന്നപ്പോഴേക്കും നീ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു. ഗ്രാൻഡ് മാസ്റ്ററും അവിടെ ഉണ്ടായിരുന്നു. വേറെ ആരുടെയൊക്കെയോ ബ്ലഡിൻ്റെ അടയാളങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇനി ഗ്രാൻഡ് മാസ്റ്റർ ആരെങ്കിലും കൊന്നു കാണുമോ എന്നൊക്കെ റൂലിംഗ് സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ അങ്ങനെ ആവശ്യമില്ലാതെ ആരെയും കൊല്ലുന്ന കൂട്ടത്തിലല്ല എന്ന് തിങ്ങാൻ ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് അവൾക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, തന്നെ 2 പെൺകുട്ടികൾ ആക്രമിച്ച കാര്യവും ആ സമയത്ത് ഗ്രാൻഡ് മാസ്റ്റർ തന്നെ സഹായിക്കാൻ വന്നതും അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. റൂലിംഗ് നേരത്തെ തിങ്ങാൻ്റെ ബോഡി ചെക്ക് ചെയ്തിരുന്നു. അവൾക്ക് മുറിവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് റൂലിംഗ് അറിഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കണം അവളെ രക്ഷപ്പെടുത്തിയതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഗ്രാൻഡ് മാസ്റ്റർ ഇങ്ങനെ അവളെ രക്ഷപ്പെടുത്താനും മാത്രം എന്ത് പ്രത്യേകതയാണ് അവൾക്കുള്ളത്? ഇനി ഗ്രാൻഡ് മാസ്റ്റർക്ക് അവളോട് ഫീലിങ്സ് വല്ലതും കാണുമോ എന്ന് റൂലിംഗും സംശയിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ എയർ കണ്ടീഷണർ മാത്രമാണ് എന്ന് തിങ്ങാൻ പറയുന്നുണ്ട്. ഈ എയർ കണ്ടീഷണർ എന്താണെന്ന് റൂലിങ്ങിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ പിന്നെ സ്പിരിറ്റ് ഫയർ തണുപ്പിക്കാൻ തനിക്ക് കഴിയും എന്നുള്ള കാര്യം അവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതും റൂലിങ്ങിൻ്റെ മനസ്സിൽ സംശയമുണ്ടാക്കുന്നുണ്ട്. ഡീമൻസിൻ്റെ കൂട്ടത്തിൽ മാത്രമാണ് അങ്ങനെ തണുത്ത ശരീരപ്രകൃതമുള്ള ആളുകളുള്ളത്. പിന്നെ എങ്ങനെ തിങ്ങാൻ അത് കിട്ടിയെന്ന് റൂലിങ്ങിന് സംശയമാവുന്നുണ്ട്. എന്തായാലും അവൾ അതിനെപ്പറ്റിയൊന്നും ചോദിക്കുന്നില്ല. സ്നേക്കായിരുന്നു റൂലിങ്ങിൻ്റെ അടുത്തെത്തി തിങ്ങാനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയായിരുന്നു തിങ്ങാൻ അവളെ അന്വേഷിച്ച് വന്നത്. സ്നേക്ക്, നീ വിചാരിക്കുന്ന പോലെ അത്ര ദുഷ്ടനൊന്നുമല്ല. നിനക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. അതുകൊണ്ട് അവൻ്റെ ആ സെർപ്പൻറ്റ് ഹേർട്ട് തിരികെ നൽകാമോ എന്ന് തിങ്ങാൻ ഇപ്പോഴും അവളോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സ്നേക്ക് അത്ര കുഴപ്പക്കാരനല്ലെന്ന് റോളിങ്ങിനും ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നല്ലോ. അതുകൊണ്ട് അവൾ തിരികെ നൽകാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി അവൾ തിങ്ങാൻ്റെ ആ ബാംബു ബോട്ടിലുമായി സ്നേക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അത് അവളുടെ മുറിയിലേക്ക് എത്തിയപ്പോൾ അത് കാണിച്ച് അവൾ സ്നേക്കിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. മുമ്പ് തിങ്ങാനെ വിഴുങ്ങിയെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നല്ലോ അവൻ്റെ സെർപ്പൻറ്റ് ഹേർട്ട് എടുത്തത്. അവനോട് സോറി പറഞ്ഞ് ക്ഷമാപണമായിട്ട് ആ ബാംബു വെള്ളവും നൽകിയ ശേഷം അവൾ അവൻ്റെ സെർപ്പൻറ്റ് ഹേർട്ട് തിരികെ നൽകുന്നു. അതോടെ സ്നേക്ക് അതിൻ്റെ പഴയ രൂപത്തിലേക്ക് എത്തുന്നു. പക്ഷേ മറ്റൊരു മാറ്റം കൂടി അതിന് സംഭവിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് മനുഷ്യരൂപത്തിലേക്കാവുന്നു. റൂലിങ്ങിൻ്റെ മുന്നിൽ വെച്ചാണല്ലോ ഇത് സംഭവിക്കുന്നത്. അവളെ ഇത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിലേക്കാണ് സ്നേക്ക് മാറിയത്. പിറന്ന പടി നിൽക്കുന്ന അവനെ കണ്ട് റൂലിംഗ് പെട്ടെന്ന് കണ്ണുപൊത്തി തിരിഞ്ഞു നിൽക്കുന്നു. സ്നേക്ക് വേഗം അവിടെ കിടന്നിരുന്ന തുണിയെടുത്ത് നാണം മറയ്ക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് അവളോട് ചോദിക്കുന്നു. അവൾക്കും അറിയില്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന്. അവൾ ആ ഹേർട്ട് എപ്പോഴും തൻ്റെ കൂടെ തന്നെ സൂക്ഷിച്ചിരുന്നു എന്നേ ഉള്ളൂ. താൻ മനുഷ്യനായി എന്നറിഞ്ഞപ്പോൾ സ്നേക്കിന് ശരിക്കും സന്തോഷമാവുന്നു. ഒരുപാട് കാലമായി അവനിത് ആഗ്രഹിച്ചതായിരുന്നു. അവൻ സന്തോഷത്തോടെ റൂലിങ്ങിൻ്റെ അടുത്തേക്ക് ചെന്ന് നന്ദി പറയാൻ തുടങ്ങുന്നു. അവൻ ഇങ്ങനെ നിൽക്കുന്നത് കാരണം തന്നെ അവൾ വേഗം ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാലും അവിടെ നിന്ന് അവൾക്ക് എങ്ങോട്ടും ഓടിപ്പോകാനുള്ള ചാൻസ് കിട്ടുന്നില്ല. ഒരുപാട് കാലമായി ഞാൻ മനുഷ്യനാവണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. നീ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ സ്നേക്ക് സന്തോഷത്തോടെ പറയുന്നു. അങ്ങനെ അവൾ പതുക്കെ തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് ഒരു തുണി കൂടി എടുത്ത് അവനെ പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി അവൾക്ക് നന്ദി പറഞ്ഞിട്ട് അവൻ സിമാജിയാവോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സിമാജിയാവോയ്ക്ക് ആദ്യം അവനെ മനസ്സിലാവുന്നില്ലല്ലോ. അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സ്നേക്കാണ് അതെന്ന് അറിയുന്നത്. എന്താണ് സംഭവിച്ചതെന്നൊക്കെ സ്നേക്ക് വിശദമായി അവനോട് പറയുന്നു. മനുഷ്യരൂപത്തിലേക്കായതിന് റൂലിങ്ങിന് മാത്രം നന്ദി പറഞ്ഞത് സിമാജിയാവോയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നീ എൻ്റെ ബ്ലഡ് എത്ര കാലമായി കുടിക്കുന്നു, അപ്പോൾ പിന്നെ നീ മനുഷ്യനായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നവൻ പറയുന്നുണ്ട്. എന്നാലും സ്നേക്ക് മനുഷ്യനായതിൽ അവനും സന്തോഷം തന്നെയാണ്. അവൻ കാരണം കൂടിയാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സ്നേക്ക് തൻ്റെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കാനായി പഴയതുപോലെ അവൻ്റെ കൈകളിലേക്ക് തല ചേർത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു മനുഷ്യനായ സ്ഥിതിക്ക് ഇനിയൊരു സ്നേക്കിനെ പോലെ പെരുമാറാതെ മനുഷ്യരെ പോലെ പെരുമാറാൻ പഠിക്കാൻ പറഞ്ഞ് സിമാജിയാവോ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ശരിക്കും സ്നേക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തിങ്ങാൻ്റെ അടുത്ത് പോയിട്ടായിരുന്നു വന്നത്. തിങ്ങാനും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇനി അവളുടെ കയ്യിലൊന്നും നക്കരുത് എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. അവൾ കാരണമാണ് റൂലിംഗ് എൻ്റെ ഹേർട്ട് തിരികെ തന്നത്. അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ആവാൻ പറ്റിയത്. അതുകൊണ്ട് ആദ്യം നന്ദി പറയേണ്ടത് അവളോടാണെന്ന് തോന്നി. അതാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് വന്നത്. അവൾ ശരിക്കും നല്ലൊരു ഫ്രണ്ടാണ് എന്നൊക്കെ സ്നേക്ക് പറയുന്നു. തിങ്ങാൻ അടുത്ത ദിവസം സിമാജിയാവോയുടെ അടുത്തേക്ക് ജോലിക്കായി വരുന്ന സമയത്തും നിഷൻ അവൻ്റെ റൂമിന് മുന്നിൽ ഇരിപ്പുണ്ട്. തിങ്ങാൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്തിനാണ് എന്നും ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്? നിനക്ക് ഗ്രാൻഡ് മാസ്റ്ററുടെ ഇഷ്ടം പിടിച്ച് പറ്റണമെന്ന് ഇത്രയ്ക്ക് ആഗ്രഹമാണോ എന്ന് ചോദിക്കുന്നു. കുട്ടിക്കാലം മുതൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അത് നടന്നാൽ ഞങ്ങളുടെ കൊട്ടാരത്തിന് തന്നെ വലിയ അഭിമാനമാണ് എന്നൊക്കെ നിഷൻ പറയുന്നു. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നതിനാൽ തിങ്ങാൻ പിന്നെ കൂടുതലൊന്നും പറയാതെ എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നു. അവൾ അകത്തേക്ക് ചെന്നപ്പോൾ അന്ന് പതിവില്ലാതെ സിമാജിയാവോ അവിടെ ഇരിപ്പുണ്ട്. പ്രതീക്ഷിക്കാതെ അവനെ കണ്ട് അവളൊന്ന് ഞെട്ടുന്നു. ഇങ്ങനെ എന്നെ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നത്. നീ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പേടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് എന്നെ പേടിപ്പിക്കാതെ നോക്കേണ്ടത് മാസ്റ്ററുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ, നിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണമെന്നാണോ നീ പറയുന്നത് എന്നവൻ തിരിച്ചു ചോദിക്കുന്നു. തിങ്ങാൻ കയ്യിലുണ്ടായിരുന്ന ബാണ്ടക്കെട്ടൊക്കെ താഴെ ഇട്ടിട്ട് അവന് തംസ് അപ്പ് കൊടുക്കുന്നു. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ലല്ലോ. നീ വല്ല സ്പെല്ല് പ്രയോഗിക്കുകയാണോ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവനത് വിശ്വസിക്കുന്നില്ല. ട്രൂത്ത് സ്പെല്ല് പ്രയോഗിച്ചിട്ട് അവളെ കൊണ്ട് സത്യം പറയിക്കാൻ അവൻ ശ്രമിക്കുന്നു. അതെന്താണെന്ന് അവൾ അവന് വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കിത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന രീതിയിലാണ് അവൻ റിയാക്ട് ചെയ്തത്. പക്ഷേ അവൾ അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ
അവൻ അതുപോലെ കൈകൊണ്ട് ചെയ്ത് നോക്കുന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയ തിങ്ങാൻ ഇത് കാണുന്നു. അവൾ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ അവനൊന്ന് ചമ്മുന്നുണ്ട്. അതുകൊണ്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞ് കാണാത്തതുപോലെ പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് അവൻ പഠിപ്പിച്ചു കൊടുത്ത സ്പെല്ല് അവൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തു എന്ന് ട്രൈ ചെയ്ത് നോക്കിച്ചത്. ആ കത്തി ഇത്തവണ പിടിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ട്. അവളത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ആ കത്തി തൻ്റെ കഴുത്തിന് നേരെ നീട്ടിയിട്ട്, നിനക്ക് ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടെ കുത്തണം, അല്ലെങ്കിൽ ഇവിടെ കുത്തണമെന്ന് പറഞ്ഞാൽ നെഞ്ചിന് നേരെയും അത് കാണിച്ചു കൊടുക്കുന്നു. തിങ്ങാൻ ആകെ അന്തമിട്ട് നിൽക്കുകയാണ്. അവൻ എന്തിനാണ് ഇങ്ങനെ കൊല്ലാൻ പഠിപ്പിക്കുന്നതെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ അധികം സമയം അവിടെ നിൽക്കാതെ അവൾ ഫ്ലവറിന് വെള്ളം ഒഴിക്കാനായി പോകുന്നു. അന്നാണ് അവൻ ആ പ്ലാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫുൾ മൂൺ നൈറ്റ്. രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ പാലസ് ഹെഡുകളെല്ലാം അവൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ എത്തുന്നുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശം മറ്റുള്ളവരെ പറ്റിച്ച് അവനെ കൊന്ന് ആ ഫ്ലവർ തട്ടിയെടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ആരും അത് പരസ്പരം തുറന്ന് പറയുന്നില്ല. എന്നാൽ എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. അവൻ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്കിടയിൽ തർക്കം നടക്കുന്നു. ആരാദ്യം അകത്തേക്ക് പോകണം എന്ന കാര്യത്തെ ചൊല്ലിയും അവർക്കിടയിൽ തർക്കമാവുന്നുണ്ട്. പാലസ് ഹെഡുകൾ ആരും നേരിട്ട് അങ്ങോട്ടേക്ക് പോവാതെ ഒരു സെക്റ്റിലെ സീനിയറായിട്ടുള്ള കുറച്ച് പേരെ ആദ്യം അകത്തേക്ക് അയക്കാം എന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ കുറച്ച് സീനിയേഴ്സ് അവൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കുന്നുണ്ട്. തിങ്ങാൻ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ആ ഫ്ലവറിന് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സിമാജിയാവോ ഈ സമയത്ത് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പിന്നെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ കയ്യിൽ ഒരു മുറിവുണ്ടാക്കി ആ ബ്ലഡ് ഫ്ലവറിന് നൽകുന്നു. ഇപ്പോഴാണ് അവൻ്റെ ബ്ലഡ് കുടിച്ചാണ് ആ ഫ്ലവർ വളരുന്നത് എന്നുള്ള കാര്യം അവൾ അറിയുന്നത്. ബ്ലഡ് നൽകിയ ശേഷം അവൻ ആ പൂവിനെ കയ്യിലെടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് അവൾക്ക് നൽകിയ ആ ഇതളുകൾ കഴിച്ചായിരുന്നോ എന്ന് അന്വേഷിക്കുന്നു. പക്ഷേ അവളത് കഴിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ ബ്ലഡ് കുടിച്ചിട്ടുള്ളവർ ആ പൂവിൻ്റെ ഇതളുകൾ കഴിച്ചാൽ പ്രശ്നമില്ല, അല്ലാത്തവർ അത് കഴിച്ചാൽ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കും. നിനക്കത് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ധൈര്യമായി കഴിച്ചോളാൻ അവൻ പറഞ്ഞപ്പോൾ ഇത്ര വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഉപയോഗിക്കാനുള്ള ധൈര്യം എനിക്കില്ല എന്നവൾ പറയുന്നു. അവൾ പറയുന്നത് വിശ്വസിക്കാതെ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിക്കുന്നു. അപ്പോഴും അതേ മറുപടി തന്നെയാണ് അവൾ പറഞ്ഞത്. ഇത് കഴിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിച്ചാൽ നീ എന്ത് ചെയ്യും എന്നവൻ ചോദിച്ചപ്പോൾ അപ്പോഴും ഞാനിത് കഴിക്കാൻ തയ്യാറാവില്ല, നീ ഇതിൻ്റെ പേരിൽ എന്നെ കൊല്ലുമോ ഇല്ലയോ എന്ന് ഒരു ബെറ്റ് വയ്ക്കാൻ ഞാൻ ശ്രമിക്കും എന്നവൾ പറയുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞതോർത്തവൾ വാ പൊത്തുന്നുണ്ട്. അവളുടെ മറുപടി അവനെയും ഒന്ന് ഞെട്ടിക്കുന്നു. എന്തായാലും നിന്റെ ഇഷ്ടത്തിന് എന്തുവാണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞാൽ അവൻ തൽക്കാലം ആ വിഷയം വിടുന്നു. സാധാരണ അവൻ അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. എൻ്റെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ മരിക്കാൻ പോകുന്നത് ഞാനാണോ എന്നാണ് എൻ്റെ പേടി എന്നവൾ പറയുന്നു. മരിക്കാൻ പോകുന്നത് നീയല്ല എന്നവൻ പറഞ്ഞപ്പോഴേക്കും പുറത്തു നിന്ന് വന്ന ആ സീനിയേഴ്സ് അവന് നേരെ അറ്റാക്ക് തുടങ്ങുന്നുണ്ട്. സിമാജിയാവോ അവരുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. തിങ്ങാൻ പേടിച്ച് അവരുടെ ഒളിച്ച് നിൽക്കുകയാണ്. കുറച്ച് സമയം അവനുമായി ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ അവൻ വീക്കാണെന്ന് പറഞ്ഞത് കള്ളമാണെന്ന് അവർക്ക് ബോധ്യമാവുന്നു. പക്ഷേ എന്തായാലും വന്നു പോയില്ലേ, അപ്പോൾ പറ്റാവുന്ന വിധത്തിൽ അവർ ഫൈറ്റ് ചെയ്യുന്നു. നിങ്ങൾ അറിഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ ഇന്ന് ശരിക്കും വീക്കാണ്. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഗോൾഡൻ ചാൻസാണ് ഇന്ന്. പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവർക്ക് നേരെ ശക്തമായൊരു ആക്രമണം നടത്തുന്നു. അങ്ങനെ എല്ലാവരും കൂടി തെറിച്ച് ദൂരേക്ക് എന്ന് വീഴുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ വായിൽ നിന്നും ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നുണ്ട്. തിങ്ങാൻ ഇത് കണ്ടെന്ന് പേടിക്കുന്നു. എനിക്ക് നന്നായി പരിക്കേറ്റിരിക്കുകയാണ്, ഇത് നിനക്ക് നല്ലൊരു ചാൻസാണ് എന്ന് അവൻ അവളോടായി പറയുന്നുണ്ട്. അവളുടെ ഉള്ളിലിരിപ്പ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് മനസ്സിലായതുപോലെ വേഗം അവളോടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ഉള്ളത് കിടത്തുന്നു. അവൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റിയ അവസരമാണിതെന്നാണ് അവൾ കരുതിയത്. ഈ സമയത്ത് അവിടെ കിടപ്പുണ്ടായിരുന്ന സീനിയേഴ്സിൽ ഒരാൾ അവളോട് ഇത് നല്ലൊരു ചാൻസാണ്, എത്രയും പെട്ടെന്ന് ആ വാളെടുത്ത് അവനെ കൊല്ലാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആരെയും കൊല്ലില്ല എന്ന് പറഞ്ഞ് അവൾ എതിർത്തിരിക്കുകയാണ്. അപ്പോഴാണ് സിമാജിയാവോയും അവളോട് ആ വാളെടുക്കാൻ പറഞ്ഞത്. അവൾ വിചാരിച്ചത് അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും അവൻ ഈ പറയുന്നതെന്നാണ്. അങ്ങനെ അവൾ വാളെടുത്ത് അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അത് തൻ്റെ കഴുത്തിന് നേർക്ക് നീട്ടിയിട്ട് എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. തിങ്ങാൻ ആകെ ഷോക്കാവുന്നുണ്ട്. ആ